വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബോണക്കാടിന്റെ കാടുകൾക്കുള്ളിൽ ഇന്നും നിലകൊള്ളുന്ന ഈ ഉപേക്ഷിക്കപ്പെട്ട ബംഗ്ലാവിനെ കുറിച്ച് നിരവധി ദുരൂഹ കഥകളുണ്ട്. ഇവയിൽ എത്രത്തോളം സത്യമാണ്, എത്രത്തോളം വെറും ഐതിഹ്യം, ഇതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പ്രേത ബംഗ്ലാവിന്റെ ചരിത്രത്തിലേക്ക് പോകാം. ബ്രിട്ടീഷ് കാലത്ത് ടീ എസ്റ്റേറ്റിലെ മാനേജർ താമസിച്ചിരുന്ന വീടാണിത്. അദ്ദേഹത്തിന്റെ മകൾ അപ്രതീക്ഷിതമായി മരിച്ചതിനു ശേഷം കുടുംബം ഈ ബംഗ്ലാവ് ഉപേക്ഷിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റി പല ദുരൂഹ കഥകളും ജനിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടുവെന്നും ആരോ നടക്കുന്നതുപോലെ ശബ്ദം കേട്ടുവെന്നും ബംഗ്ലാവിനുള്ളിൽ വെളിച്ചം കണ്ടുവെന്നുമൊക്കെ ചിലർ പറയാറുണ്ട്. സത്യമാണോ അതോ വെറും കഥയോ? ഇത് ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഞങ്ങളും ബംഗ്ലാവിന് ചുറ്റും നടന്നു, അകത്തും കയറി നോക്കി. ആദ്യം അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചില ശബ്ദങ്ങൾ കേട്ടു. അത് ശരിക്കും എന്തെങ്കിലും ആയിരുന്നോ അതോ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഭയവും അന്തരീക്ഷവും കാരണം നമുക്ക് അങ്ങനെ തോന്നിയതാണോ എന്ന് പറയാൻ കഴിയില്ല. ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി ഇന്നും നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ബംഗ്ലാവിന് മുന്നിലുള്ള ക്രിസ്മസ് ട്രീക്ക് സമീപം 13 വയസ്സുള്ള ആ പെൺകുട്ടിയെ ചിലർ കണ്ടതായി പറയുന്ന കഥയാണ്. എന്നാൽ അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രാദേശിക ഐതിഹ്യമായും അനുഭവ കഥയായും മാത്രമാണ് കാണേണ്ടത്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ അവിടെയുള്ള ചിലരോട് സംസാരിക്കുകയും ചെയ്തു. ചിലർ പറയുന്നത് ഈ ബംഗ്ലാവിൽ ഇന്നും ആ 13 വയസ്സുള്ള കുട്ടിയുടെ ആത്മാവ് ഉണ്ടെന്നാണ്. എന്നാൽ മറ്റു ചിലർ ഇതെല്ലാം വെറും കഥകൾ മാത്രമാണെന്നും വിശ്വസിക്കുന്നില്ലെന്നും പറഞ്ഞു. സത്യം എന്താണെന്ന് ഞങ്ങൾക്കും ഉറപ്പില്ല. പക്ഷേ ഒരു ചോദ്യം മാത്രം മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതിൻ്റെ വിപരീതമായ നെഗറ്റീവ് എനർജിയും എവിടെയെങ്കിലും ഉണ്ടാകുമോ? അതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരിക്കൽ രാത്രിയിൽ ഈ ബംഗ്ലാവും അതിന്റെ ചുറ്റും ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സ്ഥലത്തെക്കുറിച്ചുള്ള കഥകളെ മറ്റൊരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ഞങ്ങൾ ആ ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വ്യത്യസ്തമായ അനുഭവം തോന്നി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജി പോലെ. അതെനിക്കും തോന്നിയത് ഞാൻ മുൻപ് കേട്ട കഥകൾ കൊണ്ടാണോ അതോ ശരിക്കും ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എത്തുന്നത് തന്നെ ഒരു സാഹസമാണ്. കടുത്ത ഓഫ് റോഡ് യാത്ര ചെയ്തു വേണം ഇവിടെ എത്താൻ. എന്തുതന്നെ ആയാലും എനിക്ക് ഈ ബംഗ്ലാവും പരിസരവും ഒരുപാട് ഇഷ്ടമായി. ശരിക്കും വേറിട്ട അനുഭവം തന്നെയായിരുന്നു. മുമ്പ് ഒരിക്കൽ യാത്ര പ്ലാൻ ചെയ്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ചില തടസ്സങ്ങൾ കാരണം എത്താൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ആദ്യം ഒന്ന് വഴിതെറ്റി. D23 കെട്ടിടത്തിന് മുന്നിലെത്തി.
ഇതാണ് അവസാനത്തെ ബസ് സ്റ്റോപ്പ്. KSRTC ബസ്സുകൾ ഇവിടെ വരെയാണ് ഉള്ളത്. ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് 25 GB ബംഗ്ലാവിലേക്ക്. കാടിനുള്ളിലൂടെയും എസ്റ്റേറ്റ് റോഡിലൂടെയുമാണ് ബംഗ്ലാവിൽ എത്തേണ്ടത്. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് താഴെ വന്നാൽ അംഗൻവാടി കാണാം. അവിടെ ഒരു BSNLന്റെ ടവറുമുണ്ട്. കുറച്ചുകൂടി താഴെ വന്നാൽ റേഷൻ കടയും കാണാം. ബോണക്കാടിന്റെ കുറച്ച് നല്ല ഓർമ്മകളുമായി ഞങ്ങൾ മടങ്ങുകയാണ്. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.